ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ധ്യാൻ ദേവു. ഇന്ന് നോക്കൂ, നല്ലൊരു വാഴക്കൂമ്പിൻ്റെ തോരൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. കണ്ടോ, ഈ വാഴക്കൂമ്പ് എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ളതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വാഴക്കൂമ്പിൻ്റെ തോരനൊക്കെ. ഇത് വല്ലപ്പോഴൊക്കെ ഞാൻ ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ വാഴക്കൂമ്പ് മാത്രമല്ല, കൂടെ വൻപയർ ചേർത്തിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. എല്ലാവരും എൻ്റെ ധ്യാൻ ദേവു എന്നുള്ള ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം, ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ കഴുകി വൃത്തിയാക്കി നല്ലൊരു വാഴക്കൂമ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കണ്ടോ, ഇന്ന് പറിച്ചതാണ്. അപ്പോൾ വാഴക്കൂമ്പ് മാത്രമല്ല, കൂടെ വൻപയറും ചേർത്തിട്ടാണ് വെക്കുന്നത്. വാഴക്കൂമ്പ് മാത്രം വെക്കുമ്പോൾ അത് ഇങ്ങനെ ഒരു കുഴഞ്ഞിങ്ങനെ നിൽക്കും. അപ്പോൾ വൻപയർ ചേർത്ത് വെക്കുമ്പോൾ സെപ്പറേറ്റായിട്ട് നിൽക്കും. അപ്പോൾ അതാണിത് ചേർക്കുന്നത്. അപ്പോൾ 2 മണിക്കൂർ കുതിർത്തതിന് ശേഷമാണ് നമ്മൾ വേവിക്കാൻ എടുക്കുന്നത്. അപ്പോൾ നമുക്കിത് ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് കുതിർക്കാൻ വെക്കാം. കണ്ടോ, ഈ ഒരു ബൗൾ നിറച്ചാണ് ഞാൻ വേവിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. ഞങ്ങൾക്ക് അളവനുസരിച്ച് കൂട്ടിയെടുക്കാം. കണ്ടോ, ഇത്രയും മതിയാവും. അപ്പോൾ ഇത് നമുക്ക് ആദ്യം ഒന്ന് കുതിർത്താൻ ഒരു 2 മണിക്കൂർ മതിയാവും. ഒരുപാട് നേരമൊന്നും കുതിർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് അത്രയ്ക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കണ്ടോ, ഇത് കുതിർത്ത് വരുമ്പോൾ ഇതിനേക്കാളും അളവ് കൂടുന്നതായിരിക്കും. അപ്പോൾ നമുക്കിത് മുഴുവനായിട്ടൊന്ന് കുതിർക്കാൻ വെക്കാം. കണ്ടോ, 2 മണിക്കൂറായിപ്പോൾ നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ആ ഒരു വൈറ്റ് ബൗളിലേക്ക് ഉള്ളത്ര അളവിലാണ് ഞാൻ എടുക്കുന്നത്. കണ്ടോ, ഇത് കുതിർന്ന് വന്നപ്പോൾ ഒരുപാടായി. പക്ഷേ ഞാൻ ആ ബൗളിൻ്റെ അളവിനനുസരിച്ച് അത്രയ്ക്ക് എടുക്കുന്നുള്ളൂ. നിങ്ങൾ ഇഷ്ടത്തിന് അളവനുസരിച്ച് കൂട്ടിയെടുക്കണം. വളരെ ടേസ്റ്റിയാണിത് ഉണ്ടാക്കാൻ, കഴിക്കാനൊക്കെ. കണ്ടോ, നല്ല ഫ്രഷായിട്ട് എടുത്ത് നന്നായി കഴുകിയിട്ടുണ്ട്. വേസ്റ്റ് വാഴപ്പോളൊക്കെ അതിൻ്റെ മാറ്റിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് വേണ്ട സാധനങ്ങൾ നോക്കാം. ഒരു ചെറിയ മുറി തേങ്ങ എടുത്തിട്ടുണ്ട്, 3 വറ്റൽമുളകും, 2 അല്ലി എൻ്റെ വീട്ടിലുണ്ടായിട്ടുള്ള കറിവേപ്പിലാണ്. കണ്ടോ, 2 അല്ലി വറവിന് വേണ്ടിയിട്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് ഇതിന് കൂടെ വേണ്ടത്. ഇനി നമുക്ക് കുതിർത്ത് വെച്ച വൻപയർ ഒന്ന് കുക്കറിൽ വേവിച്ചെടുക്കാം. ഇത് മുങ്ങാൻ പാകത്തിലുള്ള 1 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ചേർക്കുന്നത്. ഒരുപാട് വെള്ളമൊന്നും വെക്കരുത്. ഇനി നമുക്കൊരു കുറച്ചൊരു മഞ്ഞൾ ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കണ്ടോ, പാകത്തിനുള്ള. ഇനി നമുക്കൊന്ന് അടച്ചൊന്ന് വേവിച്ചെടുക്കാം. കണ്ടോ, അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് വേവുമ്പോഴത്തേ നമുക്കൊന്ന് തേങ്ങ ചിരവിയെടുക്കാം. കണ്ടോ, ഇത്രയും ചെറിയൊരു തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരുപാട് തേങ്ങ നമുക്ക് ആവശ്യമില്ല, ഇത്രയും തേങ്ങ മതിയാവും. കണ്ടോ, ഇത് ചിരവിയെടുത്തപ്പോൾ കണ്ടോ ഇത്രയായി. ഇനി നമുക്ക് വൻപയർ എന്തായി നോക്കാം. കണ്ടോ, വെന്ത് വരുന്നുണ്ട്. കണ്ടോ, 2 വിസിലാണ് വേണ്ടത്. വിസിലായിട്ടുണ്ട്. 2ാമത്തെ വിസിലാണ്. കുറച്ചുള്ളതുകൊണ്ട് വേഗം വെന്ത് കിട്ടുന്നതാണ്. ആ സമയത്തേക്ക് ഞാൻ വാഴക്കൂമ്പ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കണ്ടോ, നന്നായി പൊടിയായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് ഒരുപാട് വേവൊന്നുമില്ല, വറവിൽ വേവിച്ചാൽ മതി. വേറെ പാത്രത്തിലൊന്നും ഇട്ട് വേവിക്കേണ്ട ഒരാവശ്യമില്ല. ഇനി നമുക്കിത് കഴുകി എടുക്കേണ്ടതുണ്ട്. കണ്ടോ, ഞാനത് മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേവിച്ച് വെച്ച വൻപയർ എന്തായെന്ന് നോക്കാം. കുക്കർ തുറന്ന് നോക്കാം. കണ്ടോ, നന്നായി വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ പാകത്തിനായി വന്നിട്ടുണ്ട്. കണ്ടോ, വൻപയറൊക്കെ ഷേപ്പിൽ തന്നെ, അടിയിൽ പിടിക്കുക കരിഞ്ഞു പോയിട്ടൊന്നുമില്ല. ഇനി നമുക്ക് വാഴക്കൂമ്പൊന്ന് കഴുകേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ കഴുകാൻ വേണ്ടിയിട്ട് ആ കറൊക്കെ ഒന്ന് പോയി കിട്ടും, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കഴുകുന്നത്. അപ്പോൾ കഞ്ഞിവെള്ളത്തിലാണ് ഞാൻ കഴുകുന്നത്. അങ്ങനെ കഴുകിയിട്ടുണ്ടെങ്കിൽ നന്നായി അതിൻ്റെ കറയും മഞ്ഞളൊക്കെ ഇട്ട് കഴുകുമ്പോൾ നന്നായി അതിൻ്റെ ആ ഒരു കഴുകാത്തപ്പം ഉണ്ടാക്കുമ്പോഴുള്ള ആ ടേസ്റ്റൊക്കെ മാറിക്കിട്ടും. കണ്ടോ, ചവർപ്പൊക്കെ മാറിക്കിട്ടും. അപ്പോൾ ഒരുപാട് വെള്ളം ഉപയോഗിച്ചൊന്നും കഴുകണ്ട. അപ്പോൾ നമുക്ക് വാരിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. നന്നായി മിക്സ് ചെയ്ത് മഞ്ഞളുമായിട്ട് മിക്സ് ചെയ്ത് പിഴിഞ്ഞെടുക്കേണ്ടതുണ്ട്. കണ്ടോ, നന്നായി പിഴിഞ്ഞ് നന്നായി പിഴിഞ്ഞ് ഞാൻ എല്ലാം വാരിയെടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ വെള്ളമില്ല. കണ്ടോ,
ഇനി നമുക്ക് ചട്ടി ചൂടാക്കി അതിലേക്ക് നമുക്ക് കൂമ്പിട്ട് കൊടുക്കാം. കണ്ടോ, നന്നായി ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചൂടായി വന്നാൽ കുറച്ച് കടുകിടാം. ഒരിക്കലും കടുക് വെളിച്ചെണ്ണ ചൂടാവാതെ ഇടരുത്. ഒരിക്കലും അത് കടുക് പൊട്ടാതെ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. കണ്ടോ, വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്ന് കടുക് ചൂടായി വന്നിട്ടുണ്ട്. കണ്ടോ, നമ്മൾ പൊട്ടുന്ന വരെ കാത്തിരിക്കണം. അതാണ് നന്നായി പൊട്ടി വരുമ്പോഴാണ് ആ ടേസ്റ്റൊക്കെ നമ്മളെ ഉപ്പേരിക്കൊക്കെ ഉണ്ടാവുക. കണ്ടോ, നന്നായി ചൂടായി വന്നിട്ടുണ്ട്, പൊട്ടി വരുന്നുണ്ട്. എല്ലാവരും ഇതുണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എൻ്റെ വീട്ടിലുണ്ടായിട്ടുള്ള കറിവേപ്പില നല്ല ടേസ്റ്റാണ്. ഇനി കുറച്ച് വറ്റൽമുളകും ഇട്ട് കൊടുക്കാം. കണ്ടോ, നന്നായി ചൂടായിട്ട് ഇടാൻ പാടുള്ളൂ. ഇനി നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ച കൂമ്പ് ചേർക്കാം. കണ്ടോ, ഒട്ടും തന്നെ വേറെ നമ്മൾ വെള്ളം ചേർക്കുന്നില്ല. കൂമ്പിലുള്ള വെള്ളവും വെളിച്ചെണ്ണയും മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ വെള്ളം ചേർക്കേണ്ടതില്ല. ഇത് ജലാംശമുള്ളൊരു ഭക്ഷണമാണ്. അതുകൊണ്ട് നമ്മൾ തീരെ വെള്ളം ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 5 മിനിറ്റിൻ്റെ വേവ് ഇതിനുള്ളൂ. നന്നായി ഇളക്കി കൊടുക്കാം. വളരെ ഈസിയായി പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഉപ്പേരിയാണിത്. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ വൻപയറിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അത് മറക്കരുത്. കുറച്ച് മഞ്ഞളും ഇനി നമ്മൾ ചിരകി വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കണ്ടോ, നന്നായി കുഴഞ്ഞൊന്ന് ചൂടായപ്പം തന്നെ അത് സോഫ്റ്റിൽ വന്നിട്ടുണ്ട്. കാരണം വീട്ടിലുള്ള വാഴക്കൂമ്പ് വളമൊന്നും ചേർക്കാത്ത നല്ല ഫ്രഷിലുണ്ടായി വന്ന വാഴക്കൂമ്പാണ്. അതുകൊണ്ട് ഒന്ന് ചൂടായപ്പോൾ തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചൊരു 3 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ 3 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. കണ്ടോ, നന്നായി കുഴഞ്ഞ് വന്നിട്ടുണ്ട്. കുറച്ചൊരു വെന്ത് വന്നിട്ടുണ്ട്. കണ്ടോ, ആ കറിവേപ്പിലേൻ്റെ വാഴക്കൂമ്പിലൊക്കെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. കണ്ടോ, കുഴഞ്ഞു വേടിയെ പിടിക്കൊന്നും ചെയ്തില്ല, പാക ഇതിലായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു 2 മിനിറ്റ് കൂടി ഒന്ന് വേവിച്ചെടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തുറന്ന് നോക്കാം. കണ്ടോ, അപ്പോൾ നന്നായി വെന്ത് എല്ലാം മിക്സായിട്ടുണ്ട്. അപ്പോൾ വാഴക്കൂമ്പ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഒട്ടും തന്നെ വെള്ളം വെക്കുകയൊന്നും ചെയ്തിട്ടില്ല. കണ്ടോ, നന്നായി മിക്സായി തേങ്ങയും വറ്റൽമുളകൊക്കെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വൻപയർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കണ്ടോ, ഒരുപാട് വൻപയർ നമുക്ക് ആവശ്യമില്ല. കണ്ടോ, നന്നായി ഇളക്കി കൊടുക്കുക. നല്ല ടേസ്റ്റാണ്, ഇങ്ങനെ കഴിച്ച് നോക്കൂ. നന്നായി ഇളക്കി കൊടുക്കുക. വൻപയറിൽ ഒരിക്കലും വേവിക്കാതെ ഇതിലേക്ക് ചേർത്തത് വെന്തിട്ട് വേണം ഇതിൽ മിക്സ് ചെയ്യാൻ. ഇനി നമുക്ക് ഇതിവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് മൂടി വയ്ക്കാം. കണ്ടോ, ഒന്നുകൂടി തുറന്ന് നോക്കുന്നുണ്ട്. ഇപ്പോൾ എന്തായി വൻപയറിട്ട് വെച്ചേര്. കണ്ടോ, നന്നായി മിക്സായി ഒക്കെ ഇതായിട്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. കണ്ടോ, ഇവിടെ നല്ല തോരൻ. കണ്ടോ, സെപ്പറേറ്റായി ഒട്ടിപ്പിടിക്കൊന്നും ചെയ്തില്ല. നന്നായിട്ട് കുഴഞ്ഞ് വന്ന് നല്ല സെപ്പറേറ്റായി നിൽക്കുന്നുണ്ട്. ഒരുപാട് വൻപയറിട്ട് കൂടിയിട്ടുമില്ല, പാകത്തിലാണ് വന്നത്. ഞാൻ രുചിച്ച് ടേസ്റ്റ് നോക്കിയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. ഇത് മാത്രം മതി നമുക്ക് ചോറുണ്ണാൻ. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന സാധാ കുഞ്ഞു കുഞ്ഞു കറികളെ തോരൻ്റെയൊക്കെ വീഡിയോ ആണ് ഞാൻ ഇടുന്നത്. എല്ലാവരും കാണണം, അഭിപ്രായം അറിയിക്കണം. ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യണം. കണ്ടോ, അപ്പോൾ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ കുഞ്ഞ് റെസിപ്പി ഇത് ഉപയോഗിച്ച് എല്ലാവരും ചെയ്ത് നോക്കണം. ഇങ്ങനെ എല്ലാവരും കഴിച്ച് ചെറുപയറും ഉപയോഗിച്ച് ഇങ്ങനെ വെക്കാറുണ്ട് ഞാൻ. ചെറുപയർ ഉപയോഗിച്ച് ഇങ്ങനെ വെക്കാം. അതും നല്ല ടേസ്റ്റാണ്, വളരെ ഹെൽത്തിയാണ്. ഇത് മാത്രം കഴിക്കുമ്പോൾ പിന്നെ ഇത് ചേർക്കുമ്പോൾ നമുക്ക് ഒരുപാട് തോരൻ അളവ് കൂടുതലായിട്ട് തോന്നുകയും ചെയ്യും. അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ എൻ്റെ
ഇനിയും ഞാൻ നല്ല നല്ല വീഡിയോസായിട്ട് നിങ്ങളുടെ അടുത്ത് വരുന്നതാണ്. കണ്ടോ, നല്ല രസമുണ്ട്. ഞാൻ ചെറിയൊരു കറിവേപ്പില ഒരു ഭംഗിക്ക് വേണ്ടി സൈഡിൽ വെച്ച് കൊടുത്തതാണ്. കണ്ടോ. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരെ ഓക്കെ, ബായ്.